അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ വണ്ണം ഒന്ന് നോക്കുക. അപ്പോൾ 14 ഇഞ്ചാണ് ഞാൻ എടുത്തത്. 13 ഇഞ്ച് മതിയെങ്കിൽ രണ്ട് വശത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൊടുത്താൽ മതി. ഇവിടെ എനിക്ക് 12.5 ഇഞ്ചേ വേണ്ടൂ. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും 3/4 ഇഞ്ചാണ് ഇതിൻ്റെ തയ്യൽ തുമ്പ് കൊടുക്കാൻ പോകുന്നത്. അപ്പം ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്രണ്ട് വശങ്ങൾ ഇതുപോലെ എടുക്കുക. അതിനുശേഷം നമുക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അത്രയും തയ്യൽ തുമ്പ് ഇതിലേക്കൂടി ഇങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാനൊരു 3/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വശത്തും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് വശവും ഇതിൻ്റെ ബാക്ക് വശവും ഇതുപോലെ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ കൈക്കുഴിയുടെ ഈ ഭാഗം ഒരുപോലെ വരണം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ഒരുപോലെ വരും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു. അതിന് ശേഷം ഇവിടെയും അതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് ഭാഗത്തും ഇതുപോലെ ഇതിൻ്റെ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ജോയിൻ ചെയ്തപ്പോഴുണ്ടായ ഈ ആം ഹോളിൻ്റെ ഈ ഭാഗമുണ്ട്, അത് കുറച്ച് കട്ടിയുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അത് ഈ കത്രിക വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ മറിച്ചിടുമ്പോൾ അവിടെ ഭാഗം പൊങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മറ്റേ വശത്തിൻ്റെയും ഇതുപോലെ ഈ ആം ഹോളിൻ്റെ ഈ ജോയിൻ ചെയ്യുന്ന ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇതുപോലെ വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഭാഗവും അതുപോലെ വന്നിട്ടുണ്ട്, ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ തയ്ച്ചിരിക്കുന്ന ഈ ഭാഗങ്ങൾ കറക്റ്റായി വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഈ ഭാഗം അതുപോലെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്ത് ഫ്രില്ലാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 17 ഇഞ്ച് ഇറക്കവും 60ഓളം ഇഞ്ച് വീതിയുള്ള തുണിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് തുണി എടുക്കേണ്ടത് കൺഫ്യൂഷൻ ഉണ്ടാവും എത്രയാണ് വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് തുണിയെ ഞാൻ രണ്ടായി മടക്കിയിട്ടുണ്ട്. അതായത് ടോട്ടൽ ഇതിൻ്റെ വണ്ണം നോക്കുക. അപ്പോൾ അതിൻ്റെ ഇരട്ടിയേക്കാൾ കൂടുതൽ വേണം തുണിയെടുക്കാൻ. അപ്പോൾ ഏകദേശം ഒരു 3 ഇരട്ടി തുണിയെടുത്താൽ ഇത് കറക്റ്റായിട്ട് നല്ല ചെറിയ ചുരുക്കുകൾ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ഇരട്ടിയിൽ കൂടുതൽ തുണിയെടുത്തിട്ടുണ്ട്. 60 ഇഞ്ച് നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മീറ്ററാണ് വരിക. അപ്പോൾ ഒരു 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു 1.5 മീറ്റർ തുണി മതി ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രില്ല് എങ്ങനെ വെച്ച് കൊടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫ്രില്ല് വെച്ച് കൊടുക്കേണ്ട തുണിയെ ഒന്ന് ആദ്യം രണ്ടായി മടക്കിയിരുന്നു. അതിന് ശേഷം ഒന്നുകൂടി മടക്കി അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കുമ്പോൾ കൂടുതൽ എളുപ്പമായിരിക്കും. അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ചുരുക്ക് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഞാൻ വെച്ച് കൊടുത്തത്. ബാക്ക് ഭാഗം ഒന്ന് മാറ്റിയിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ അതായത് ഈ ഹുക്സ് വെച്ച് കൊടുക്കുന്ന ഈ ഭാഗമാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ തുണിയെ ഒന്ന് ഒരു 1/2 ഇഞ്ചോളം ഇങ്ങനെ മടക്കി കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ഒന്ന് വെച്ച്
ഇവിടെ വരെ ഒന്ന് പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ചെറിയ ചെറിയ ചുരുക്കുകൾ വെച്ച് കൊടുക്കുക. എൻഡ് വരെ മറ്റേ എൻഡ് വരെ വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ചുരുക്ക് വെച്ച് കൊടുക്കുമ്പോൾ ആദ്യം ഒന്ന് 1/2 ഇഞ്ചോളം മടക്കി കൊടുക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ചുരുക്കുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലും ഞാൻ ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ എൻഡിങ്ങിലും ബാക്കി തുണി ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്ക് വശത്തുള്ള ഈ തുണിയെ ഇതുപോലെ ഇങ്ങനെ എടുക്കുക, ഒന്ന് മടക്കിയിട്ടെടുക്കുക. നമ്മൾ എത്രയാണോ ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത്രയും ഇതിൻ്റെ ബാക്ക് ഭാഗത്തും നമ്മൾ മടക്കണം. അതിന് ശേഷം ഇപ്പോൾ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് വരും. അപ്പോൾ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണില്ല, ഉള്ളിൽ ഭാഗത്തെ തയ്യലും പുറത്തൊന്നും കാണില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എൻഡ് വരെ ചെയ്ത് കൊടുക്കുക. ഈ ഭാഗത്ത് എത്തുമ്പോൾ കറക്റ്റായിട്ട് ആ ലൈനിൽ തന്നെ, ഇതിൻ്റെ ഈ ലൈനിൽ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉൾഭാഗത്ത് മടക്കി തയ്ച്ചത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തയ്യലൊന്നും പുറത്ത് കാണുന്നില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. ഇവിടെ നമ്മൾ ബാക്ക് വശം നമ്മൾ ഇതുപോലെ 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഉള്ളിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ കൂട്ടിയെടുത്ത് നമുക്ക് എത്ര വരെയാണോ കുടുക്ക് വെക്കേണ്ടത് അതുവരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ബാക്ക് വശം ഞാനൊന്ന് കൂട്ടി യോജിപ്പിച്ചു. ഇതുപോലെ തയ്ച്ച് ഇവിടെ വരെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനൊന്ന് മറിച്ചിടാം. അപ്പം ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ കുടുക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സിബ്ബർ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ കുടുക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ചോളം ഇങ്ങോട്ടേക്ക് ഇതിനിങ്ങനെ വെച്ച് കൊടുത്ത് ഇവിടെ കുടുക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുടുക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെ വരെ വെച്ച് കൊടുക്കാൻ നോക്കണം. കാരണം ഇവിടെ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരെ കുടുക്ക് വെച്ച് കൊടുക്കണം. ഒരു 4 കുടുക്ക് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാൻ പറ്റും. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി തയ്ക്കണം. ഇതിൻ്റെ ടോട്ടൽ ഇറക്കം നമ്മൾ നോക്കണം. എനിക്ക് ടോട്ടൽ ഇറക്കം ഒരു 24 മാത്രമേ വേണ്ടൂ. എനിക്കിവിടെ ഇറക്കം ഒരു 24.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 ഇഞ്ച് മടക്കി തയ്ക്കുകയാണ്. ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് കട്ടിയുള്ള ഭാഗമാണ്, അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം മടക്കുന്നില്ല, ഒരു പ്രാവശ്യം മടക്കി ഇതുപോലെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതിൻ്റെ അടിഭാഗം ഞാനൊരു 1/2 ഇഞ്ച് മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു കുടുക്ക് വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ സ്റ്റിച്ചിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ബേബി ഫ്രോക്ക്, കോട്ടൺ ബേബി ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പൊന്നും പുറത്തൊന്നും കാണാനില്ല. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബേബി ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.